ഈ സ്ഥലം വയനാട് തൃക്കേപ്പറ്റ വള്ളിത്തോടാണ്. വള്ളിത്തോട് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം 28-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ അത്തരത്തിൽ നിർമ്മിച്ച ഒരു വീടിന്റെ ഒരു ദൃശ്യം പൂർണ്ണമായും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നേരെ അകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് ഏരിയയാണ്, ഒരു ഹാള്, വിശാലമായ ഒരു ഹാളാണ് ഈ കാണുന്നത്. അതിനുശേഷം നേരെ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് അടുക്കള സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് വാതിൽ തുറന്ന് നേരെ കിടക്കുമ്പോൾ അടുക്കളയാണിത്. അടുക്കളയോട് ചേർന്ന് ഇവിടെ ഒരു വർക്ക് ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നേരെ പോകുന്നത് ഒരു മുറിയിലേക്കാണ്. അത് വിശാലമായ ഒരു മുറിയാണ്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വിശാലമായ മുറിയിലേക്കാണ് നമ്മൾ എത്തുക. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ ഇതൊരു ശുചിമുറിയാണ്, അതായത് ഒരു കോമൺ ശുചിമുറി എന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ശുചിമുറിയാണ്. അതുപോലെ ഇവിടെ ഈ ഭാഗത്ത് മറ്റൊരു മുറി, ഈ ശുചിമുറിയോട് ചേർന്ന് തന്നെ മറുഭാഗത്ത് മറ്റൊരു മുറി. അങ്ങനെ 3 റൂമുകൾ ഉള്ള ഒരു വിശാലമായ ഒരു ഹാളുള്ള, വർക്കിംഗ് ഏരിയയുള്ള, അടുക്കളയുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ വീടുകളിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ടൈൽ പാകിയ മുറ്റം, ചുറ്റുമതിൽ ഉണ്ടാകും. ഓരോ വീടിനും ചുറ്റുമതിൽ ഉണ്ടാകും. ഇത്തരത്തിൽ 51 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് പൂർത്തിയായിട്ടുള്ളത്. അതിന്റെ താക്കോൽദാനമാണ് നടക്കുന്നത്. മൊത്തം ആകെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത് പ്രഖ്യാപിച്ചത് 105 വീടുകളാണ്. ആ 105 വീടുകളിൽ 51 വീടുകൾ ഈ പ്ലോട്ടിലും ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു പ്ലോട്ടിൽ ബാക്കി വീടുകളുടെ നിർമ്മാണവും വേഗത്തിൽ തന്നെ പുരോഗമിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഫെബ്രുവരി 28-ന് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോല് കൊടുക്കും. ആ താക്കോല് കൊടുത്താൽ പിന്നെ മരിക്കുന്നത് വരെ ആ വീട്ടിൽ കിടക്കാം. 10 ദിവസം അല്ലെങ്കിൽ 10 മാസമോ, അര മാസമോ, 1.5 മാസമോ, 6 മാസമോ കഴിഞ്ഞിട്ടല്ല താമസയോഗ്യം. ഇപ്പോൾ ഓൾറെഡി താമസയോഗ്യമാണ്. എവ്രിതിങ് പെർഫെക്റ്റ്. ഇനി 28-ാം തീയതി താക്കോല് കൊടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ അതിൽ കാണാത്ത ചിലത് കൂടി ഉണ്ടാകും. എന്താണെന്നറിയാമോ? 3 ബെഡ്റൂമിലും 3 കട്ടിലുകൾ, മെത്തകൾ, തലക്കിണികൾ. മനസ്സിലായില്ലേ? പില്ലോ, ബെഡ്, കട്ടില് 3 റൂമിലും 3 ബെഡ്റൂമിലും. പിന്നെ ഒരു സോഫ സെറ്റ്, പിന്നെ ഒരു ഡൈനിങ് ടേബിള്. ഇത്രയും സാധനങ്ങൾ, ഇത്രയും ഫർണിച്ചറുകളും ഈ വീടുകളിൽ 28-ാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള് താക്കോല് കൊടുക്കുമ്പോൾ ഈ വീടുകളിൽ 51 വീടുകളിലും ഇത്രയും സാധനങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് നിവർന്ന് നീർന്നൊന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങിയാൽ മതി. അതെപ്പോ 28-ാം തീയതി താക്കോല് കിട്ടിയ വെരി നെക്സ്റ്റ് മൊമെന്റ് മുതൽ. 6 മാസം കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടല്ല, വെറുതെ താക്കോല് കൊടുക്കുകയല്ല, വിത്ത് പെർഫെക്ഷൻ. ഞാനൊരു കാര്യം പറയുന്നു, ലീഗ് നടന്നാ പോകണത്. ഓടിയാലും കൂട്ടരെ ലീഗിന്റെ ഒപ്പം എത്തൂലങ്ങള്. മനസ്സിലായില്ലേ? ലീഗ് നടന്നാ പോണേ. നടക്കുള്ളൂ, ലീഗ് ഓടൂല. ഓടേണ്ട കാര്യമല്ല, നടന്നിട്ടെത്തും. ലക്ഷ്യത്തിലേക്ക് എത്താൻ, നടന്നിട്ടെത്താൻ ലീഗിനറിയാം. ഓടണ്ട. ഇനി ഓടിയാലും ലീഗ് എത്തുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു കൂട്ടർക്കും സാധിക്കില്ല എന്നുള്ളതാ. ഇതിപ്പോ ഇവിടെ കാണിച്ചത് ചില കാര്യങ്ങൾ ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? 8 സെന്റ് സ്ഥലം, 8 സെന്റ് സ്ഥലം. ഈ 28-ാം തീയതി ഈ പേപ്പർ അങ്ങോട്ട് താക്കോൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ പേപ്പറും കൂടി അങ്ങോട്ട് കൊടുക്കും. ഇനി 29-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഇല്ല. ഇനി മാർച്ച് 1-ാം തീയതി നിങ്ങൾക്കത് വിൽക്കണോ? വിൽക്കാം. 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 15 കൊല്ലം കഴിഞ്ഞിട്ടല്ല ഉടമസ്ഥാവകാശം കിട്ടുന്നത്. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. മാർച്ച് 1-ന് തിരിച്ചു വിൽക്കണോ? വിൽക്കാ. മനസ്സിലായില്ലേ? പക്ഷെ ലീഗ് കൊടുത്തത് ആരും വിൽക്കൂല. എന്താ കാര്യം എന്നറിയാമോ? എടോ, ഇത് തട്ടിക്കൂട്ടല്ല, ഇത് പെർഫെക്ഷനാ. ആരും കൊതിച്ചു പോകുന്ന ഒരു ഭവനം, സ്വപ്ന ഭവനം, അതാണ് ലീഗ് കൈമാറുന്നത്. അതിൻ്റെ കൂടെ എല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി, കൃത്യമായി മൊഞ്ചാക്കിയിട്ട്, തട്ടിക്കൂട്ടിയിട്ടല്ല, മൊഞ്ച്, എല്ലാ മൊഞ്ചോട് കൂടിയിട്ടും. മനസ്സിലായില്ലേ? ചില ആക്കല്ലോ ഇന്നലെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കണ്ടു. ചില ആക്കല്ലോ വല്ലാത്ത സംശയം, വെള്ളം കിട്ടുമോ, തൂറാൻ പറ്റുമോ ലീഗ് 28-ാം തീയതി വീട് കൊടുത്താൽ എന്ന്. 28-ാം തീയതി ആക്കണ്ട, ഇപ്പം ആർക്കെങ്കിലും തൂറാൻ മുട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്നോളി തൂറ.
എല്ലാം റെഡിയാ, വെള്ളം എല്ലാ സാധനങ്ങളും റെഡി. മനസ്സിലായില്ലേ? അപ്പോൾ ലീഗ് അത് ചെയ്യുമ്പോൾ അതങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്യുള്ളൂടോ. ഇത് ആദ്യം ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ജനുവരിയിൽ പറഞ്ഞത് എപ്പാന്നറിയാമോ? 2025 ഒരാൾ പറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞ്, എന്ത് നിയമസഭയിലെ രേഖയിലുണ്ടത് ഇപ്പോഴും, ജനുവരിയിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ടൗൺഷിപ്പ് വീടുകളുടെ കൈമാറ്റം 2026 ജനുവരിയിൽ നടത്തുമെന്ന്. ആര് പറഞ്ഞ്? ഒരാൾ പറഞ്ഞ് നിയമസഭയിൽ. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് 2020 ആയപ്പോൾ ഒരാൾ പറഞ്ഞ് ഞങ്ങൾ ലീഗ് 28 കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏയ് അതിന് മുമ്പ് ഞങ്ങൾക്ക് കൊടുക്കണം. എപ്പാ ഞങ്ങൾ കൊടുക്കണേ? ഫെബ്രുവരി 25 നോട്ടീസൊക്കെ അടിച്ച്. എന്നിട്ട് പറയാ ഇല്ല ഞങ്ങൾ മാർച്ച് 1 കൊടുക്കണേ. എന്താ കാര്യോ? മാർച്ച് 1 കൊടുത്താലും മാർച്ച് 1 കൊടുക്കണവർക്ക് താക്കോല് വാങ്ങിയവൻ കയ്യിൽ കയറി കിടക്കാൻ പറ്റൂല. അത് നിങ്ങൾക്കറിയോ? താക്കോല് വാങ്ങിയവന് പിന്നെയും കാത്തിക്കണം കയറി കിടക്കണമെങ്കിൽ. എന്നാ ലീഗ് കൊടുക്കുന്നത് ഫെബ്രുവരി 28 കൊടുക്കുന്ന 51 വീട്ടിലും ഫെബ്രുവരി 28 ഈ ആളുകൾക്ക് അന്തി ഉറങ്ങാം. മനസ്സിലായില്ലേ? എല്ലാം റെഡി പെർഫെക്റ്റ് ആയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ ലീഗ് നടക്കണേ ഉള്ളൂ മക്കളെ. ഓടിയാലും ലീഗിൻ്റെ ഒപ്പം എത്താൻ പറ്റൂല. അതെന്താണെന്നറിയോ? പറഞ്ഞത് ലീഗാണ്, ചെയ്യുന്നതും ലീഗാണ്. ഇപ്പം ഞാൻ ഒരു 5-6 മാസം മുമ്പ് ലീഗിൻ്റെ ഈ പറയുന്ന സ്ഥലമേറ്റെടുപ്പൊക്കെ നടക്കുന്നതിന് മുമ്പ്, പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ചങ്ങായി ഒരാടിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു. എന്താണ്? ലീഗ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ വീട്ടിൽ അത് നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങളതിൽ കിടന്നുറങ്ങലും ഉണ്ടാവില്ല എന്ന്. എന്നാലോ ലീഗ് ആ വീട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ ആളുകൾക്ക് 51 പേർക്ക് കൈമാറുന്നു. മാത്രമല്ല 51 പേരും ഫെബ്രുവരി 28 ആ വീട്ടിൽ കിടന്നുറങ്ങടോ ആടെ. മനസ്സിലായില്ലേ? മുടക്കാൻ പല കളികൾ കളിച്ചിട്ടുണ്ട്, നാറിയ ചെറ്റത്തരങ്ങൾ. ആദ്യം വിജയനും കൂട്ടരും ലീഗാരോട് പറഞ്ഞെന്താ, നിങ്ങൾ ആ പൈസ ഇങ്ങോട്ട് തരി, ഞങ്ങൾ ഉണ്ടായിക്കോളാം. ലീഗ് പറഞ്ഞ അത് വേണ്ട, നിങ്ങൾ അണ്ണാക്ക് തള്ളണ്ട ഊരാളുങ്കലിൻ്റെ, ഞങ്ങൾ ഉണ്ടായിക്കോളാം. അപ്പോൾ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ ഞങ്ങൾ സ്ഥലം തരാം, നിങ്ങൾ അതിലുണ്ടായിക്കോളി. കുറേ ദിവസം കാത്തിരുന്ന് സ്ഥലത്തിനും വേണ്ടിയിട്ട്. സ്ഥലം കൊടുത്തോ? ഇല്ല. കോൺഗ്രസ്സുകാർക്ക് അതാ പറ്റിയത്. പക്ഷെ ലീഗ് അത് നേരത്തെ തിരിച്ചറിഞ്ഞ്. കോൺഗ്രസ് അത് തിരിച്ചറിയാൻ വൈകി. സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ് വെയിറ്റ് ചെയ്ത് നിന്നു, സ്ഥലം കിട്ടിയില്ല. ലീഗ് അത് മനസ്സിലായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ തരാൻ പോണില്ല, ഇത് നമ്മളെ സ്വീപ്പാക്കാനുള്ള പരിപാടിയാണെന്ന് ലീഗിന് മനസ്സിലായി. ലീഗ് എന്താക്കി? വേഗം പോയി സ്ഥലം വാങ്ങി പണിയും തുടങ്ങി, വീടും കെട്ടി, കഴിഞ്ഞ് പരിപാടി. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സാധിക്കലി തങ്ങളെ ആ താക്കോൽ അങ്ങോട്ട് കൊടുത്താൽ മക്കളെ 51 കുടുംബങ്ങൾ ആ വീട്ടിൽ കയറി കിടക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. നിങ്ങളിപ്പോൾ 1-ാം തീയതി ഈ താക്കോല് കൊടുത്താൽ എത്ര ആക്കയിൽ കയറി കിടക്കാൻ പറ്റും? 1-ാം തീയതി നിങ്ങളൊന്ന് പറഞ്ഞാൽ എത്ര ആൾ മാർച്ച് 1 അതിൽ ഉറങ്ങും? എത്ര കുടുംബങ്ങൾ എത്ര വീടുകളിൽ ഉറങ്ങും മാർച്ച് 1? ഒന്ന് പറഞ്ഞാണീ. അപ്പോൾ ലീഗിൻ്റെത് അങ്ങനെയല്ല, മുടക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ. ആദ്യം സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല. എന്നിട്ട് ലീഗ് സ്ഥലം വാങ്ങിയപ്പോൾ അതിൽ നിർമ്മാണം നടത്താൻ പറ്റൂല എന്ന്. ആര്? എന്നാ പിന്നെ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി തടയാൻ, അന്ന് കാണാലോ എന്ന്. ആര്? ലീഗാരും. അതെങ്ങാനും തടഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർന്നേനെ നിങ്ങൾ. ഉറപ്പാ അത് തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലീഗാരൊന്ന് കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളെന്താ അത് തടയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കാത്തിരിക്കുകയായിരുന്നു, തടയണോൻ അവിടെ ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ വലിയ ക്രമസമാധാനം മറ്റേ പ്രശ്നം മറിച്ച പ്രശ്നമൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. പക്ഷേ ക്ഷമക്കും ഒരു അതിരുണ്ടല്ലേ, അത് തടഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇട്ട് തീർക്കുമായിരുന്നു. എന്നിട്ടൊരു മീസാങ്കല്ലും അവിടെ വെക്കുമായിരുന്നു. അത് ഉറപ്പിച്ചതായിരുന്നു. കാരണം ഒരു പരിധി ഉണ്ടല്ലേ ഈ രാഷ്ട്രീയ പകപോക്കലിനൊക്കെ. ചെയ്യാതെ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിയണില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കേടാണോ? ഒന്നാമത് ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു ചങ്ങായി അവിടെ ഇരിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഓനെ കൊണ്ട് ഒന്നും കഴിയൂല.
PR ഏജൻസി എഴുതി കൊടുക്കുന്ന PR വർക്കാർ എഴുതി കൊടുക്കുന്ന പലതും നോക്കി വായിക്കുന്നല്ലാണ്ട് അതിനപ്പുറം കമാന്ന് മിണ്ടാൻ പറ്റൂല. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചോളി, പലർക്കും കുരു പൊട്ടും ഇതൊക്കെ കാണുമ്പോൾ. ഇതിപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ സോഷ്യൽ മീഡിയയിൽ അയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഞാനെടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഉണ്ട്. ഇപ്പോൾ ഇതെന്തിനാ കാണിക്കണത്? ലീഗിൻ്റെ വീടൊന്ന് കണ്ണ് നിറയെ കണ്ടോളി. അത് ലക്ഷം വീടാണോ ഇനി കോളനി വീടാണോ എന്ത് വീടാണ് എന്ത് സൗകര്യമാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കണ്ണിറയെ കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ആ കണ്ണിറയെ ഒന്ന് കാണട്ടെ എല്ലാവരും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്തായാലും 28-ാം തീയതി എല്ലാവരും വയനാട്ടിലേക്ക് ഇങ്ങോട്ട് വരി. എന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് സാദിഖലി തങ്ങൾ താക്കോല് കൊടുക്കുമ്പോൾ ഒന്ന് കൈയടിച്ചാളി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കുടിക്കാനൊരു വെള്ളമൊക്കെ തരാനുണ്ട്. അതൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഏമ്പക്കം വിട്ടിട്ട് നിങ്ങളെല്ലാവരും പോയി. അപ്പോൾ ഈ വീട്ടിൽ 51 കുടുംബങ്ങൾ കയറിയിട്ട് അവരങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങട്ടെ നല്ല സുഖമായിട്ട്. ലീഗ് കൊടുത്ത വീട്ടിൽ 28-ാം തീയതി തന്നെ, അല്ലാണ്ട് 6 മാസം കഴിഞ്ഞിട്ടല്ല താമസം തുടങ്ങുന്നത്, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടല്ല താമസം തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളവും കിട്ടിയിട്ടുണ്ട്, തൂറാനും പറ്റും. ഇനി കിടന്നാൽ മതി, കട്ടിലും ബെഡും തലകണിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് സോഫ സെറ്റും ഡൈനിങ് ടേബിളും അതിനുള്ള ചെയറുകളും എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 51 കുടുംബങ്ങൾ 28-ാം തീയതി വന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഇനി 28-ാം തീയതി കഴിക്കാൻ ഈ കുടുംബങ്ങൾക്ക് മാത്രമല്ല അവിടെ വരുന്നവർക്ക് തിന്നാനുള്ളതും ലീഗ് കൊടുക്കണ്ടടോ. ലീഗിനെ കൊണ്ടേ കഴിയുള്ളൂ, ലീഗിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഓരോരുത്തരെ കൊണ്ട് തടയാൻ പോയിട്ട് ഞങ്ങളപ്പോൾ എത്താൻ ഞങ്ങൾ നടക്കുകയാണ്. ഇനി ഓടിയിട്ട് നിങ്ങളെ കൊണ്ട് എത്താൻ കഴിയുമോ? അതിനും കഴിയൂലടോ. അത് ലീഗിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ.